ഏറെ സ്നേഹമുള്ള വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളേവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുകൾക്കാണ് ഖുദ്സിയായ ഹദീസുകൾ എന്ന് പറയുക. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 2577 ഹദീസ് അപ്രകാരമുള്ളൊരു ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ ഇബാദി, അല്ലാഹു തന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് ഒരു കൽപ്പന നൽകുകയാണ്. ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി, ഞാൻ നിങ്ങൾക്ക് അക്രമം അത് ഹറാമാക്കിയിരിക്കുന്നു, അത് എൻ്റെ മേൽ ചെയ്യുന്നത്. വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തദാലമു, അത് എൻ്റെ മേൽ അക്രമം ചെയ്യുന്നത് ഹറാമാക്കിയതുപോലെ തന്നെ നിങ്ങൾക്കിടയിലും പരസ്പരം നിങ്ങൾ അക്രമം ചെയ്യുന്നതിനെ ഞാൻ ഹറാമാക്കിയിരിക്കുന്നു എന്നാണ്. അക്രമം ചെയ്യുക എന്നുള്ളത് അത് രണ്ട് തരത്തിലാണ്. ഒന്ന് അള്ളാഹുവിനോടുള്ള അക്രമം, മറ്റൊന്ന് അവൻ്റെ സൃഷ്ടികളോടുള്ള അക്രമം. ഇതിലേറ്റവും ഗൗരവപ്പെട്ടത് അള്ളാഹുവിനോട് ചെയ്യുന്ന അക്രമത്തിനാണ്. അക്രമത്തിന് ദുൽമ് എന്ന് പറയും. എന്താ ദുൽമ് എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിനെ അതിൻ്റെതായ ശരിയായ സ്ഥാനത്ത് നിന്ന് മാറ്റുക, അതിനാണ് ദുൽമ് എന്ന് പറയും. അതെന്തൊക്കെയുണ്ടോ അതിനൊക്കെ ദുൽമ് എന്ന് പറയും. അറബി ഭാഷയിൽ ദുൽമ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്ന അർത്ഥമാണ്. എന്നാൽ ശർഈ ആയിക്കൊണ്ട് ദുൽമ് എന്ന് പറഞ്ഞാൽ വെക്കേണ്ട സ്ഥാനത്ത്, യഥാസ്ഥാനത്ത് അതിന്റെ സ്ഥാനം മാറ്റി ഒരു വസ്തുവിനെ വെച്ചാൽ, ഒരു കാര്യത്തെ വെച്ചാൽ അതിനെ ദുൽമ് എന്ന് പറയും. അപ്പോൾ എന്താണ് അള്ളാഹുവിനോട് ദുൽമ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന് യഥാസ്ഥാനത്ത് നൽകേണ്ട ആരാധനകളും അള്ളാഹുവിന് മാത്രമായി നൽകേണ്ട സഹായത്തേട്ടങ്ങളും എല്ലാം അള്ളാഹുവിനല്ലാതെ മറ്റൊരാളോട് ചോദിക്കുക, ചെയ്യുക എന്നുള്ളതിനെയാണ് ദുൽമ് എന്ന് പറയുക. സൂറത്തു അൻആമിലെ 82-ാമത്തെ വചനം റസൂലിന് ഇറക്കപ്പെട്ടു. എന്താണ് ആ വചനം? അല്ലദീന ആമനൂ വലം യൽബസൂ ഈമാനഹും ബിദുൽമി, ആരൊക്കെയാണോ അവർ വിശ്വസിക്കുകയും അതിനുശേഷം പിന്നീട് വിശ്വാസത്തിൽ ദുൽമ് കലർത്താതിരിക്കുകയും ചെയ്തത്, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്, വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗത്തിലുള്ളത്. ഇത് റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട് സഹാബാക്കൾക്ക് ഓതിക്കൊടുത്തു. സഹാബാക്കൾ തിരിച്ച് റസൂലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, യാ റസൂലല്ലാഹ് അയ്യുനാ ലാ യുദ്ലമു നഫ്സഹു, റസൂലേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളൊക്കെ വിശ്വാസികളായതിനു ശേഷം ദുൽമ ചെയ്യാത്തവരാരാണുള്ളത്? ഞങ്ങളെല്ലാവരും ദുൽമ ചെയ്യുന്നവരാണ്. അവർക്കറിയാം ദുൽമ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ സ്ഥാനം മാറ്റി മറ്റൊരാളോട് അറിയാതൊന്ന് തർക്കിച്ചു, അതല്ലെങ്കിൽ ഒന്ന് അടിച്ചു, ഇതൊക്കെ ദുൽമിന് പെടും. അവർക്കറിയാവുന്ന ദുൽമ അതാണ്. അവർ പറയുകയാണ്, വിശ്വാസികളായതിനു ശേഷം ഇത് ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് അന്നില്ല എന്നാണോ? ഞങ്ങൾ ആ മുഹ്തദീങ്ങളായ സന്മാർഗത്തിലുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല എന്നാണോ റസൂലേ പറയുന്നത്? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ കദാലിക്, നിങ്ങളാ ഉദ്ദേശിക്കുന്നത് പോലെയല്ല കാര്യം. ഇന്നമാ ഹുവ ശിർക്ക്, അല്ലാഹുവിനോടുള്ള ദുൽമ അത് ശിർക്കാകുന്നു. അലം തസ്മഉ മാ ഖാല ലുഖ്മാൻ, ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏ മോനെ, നീ ഒരിക്കലും ശിർക്ക് ചെയ്യരുത്, അതാകുന്നു ഏറ്റവും വലിയ പാപം എന്ന് പഠിപ്പിക്കപ്പെട്ടത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ പറയപ്പെട്ട ദുൽമ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ആരാണോ ശിർക്ക് ചെയ്തിട്ടുള്ളത് അയാൾക്ക് നരകം നിർബന്ധമാണ്, സ്വർഗം അയാൾക്ക് ഹറാമാണ്. അയാൾ എത്ര നമസ്കരിക്കുന്നുണ്ടെങ്കിലും, അയാൾ എത്ര നോമ്പ് നോൽക്കുന്നുണ്ടെങ്കിലും, നാട്ടിലെ അറിയപ്പെട്ടിരിക്കുന്ന മൗലവിയാണെന്ന് അറിയപ്പെട്ടാലും, നാട്ടിലെ ഏറ്റവും വലിയ മുത്തഖിയാണെന്ന് അയാൾക്ക് നാട്ടുകാർ നാമം നൽകിയിട്ടുണ്ടെങ്കിലും, ശിർക്കുണ്ടോ
അയാൾക്ക് നരകം നിർബന്ധമാണ്. അയാൾക്ക് സ്വർഗം അത് അയാൾക്ക് ഹറാമായിരിക്കും. ആ നരകം അയാൾക്ക് വാജിബായി എന്നാണ്. ആ നരകത്തിൽ അയാൾ ശാശ്വതമായിരിക്കുമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിന് തന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളത്. ഒരിക്കൽ പ്രവാചകൻ ഒരായത്തിറങ്ങിയപ്പോൾ പ്രവാചകൻ കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരച്ചിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് ജിബ്രീലിനോട് പറയുന്നത്, യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദ്, നീ മുഹമ്മദിന്റെ അടുത്തേക്ക് പോയി ചോദിക്കണം, എന്തിനാണ് നീ കരയുന്നത്? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറുപടി എന്താ? എനിക്കൊരായത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ആയത്ത്? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, നിനക്കും നിന്റെ മുൻകഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാർക്കും നൽകിയിട്ടുള്ള ഒരു വഹിയാണ്. എന്താണത്? ലഇൻ അശ്റക്ത, നീയാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ലയഹ്ബതന്ന അമലു, നിന്റെ കർമ്മങ്ങൾ പോലും അതിനെ പൊളിച്ചു കളയുന്നതാണ്. ആരോടാണ് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയോട് പോലും പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആ ശിർക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു നിമിഷം ചിന്തിക്കേണ്ടതുണ്ടല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത ലാ യുശ്രിക് ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന, ആരാണോ അള്ളാഹുവിന് ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ടത് അയാൾ സ്വർഗത്തിലാണ്, അയാൾക്ക് സ്വർഗം നിർബന്ധം. എന്നാൽ മൻ മാത യുശ്രിക് ബില്ലാഹ്, എന്നാൽ അള്ളാഹുവിൽ ശിർക്ക് ചെയ്തുകൊണ്ടാണ് ഒരാൾ മരണപ്പെട്ടതെങ്കിൽ ദഖലൻ നാർ, അയാൾ നരകത്തിലാണ്, അയാൾ നരകത്തിൽ പ്രവേശിച്ച് ശാശ്വതനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാ തെറ്റുകളും ഒരു വേള അള്ളാഹ് പുറത്തു കൊടുക്കും. എന്ത് തെറ്റുകളും ഈ നാട്ടിൽ ലോകത്ത് അറിയപ്പെട്ടിട്ടുണ്ടോ അള്ളാഹ് ഒരു വേള പുറത്തു കൊടുക്കും. അതല്ല എങ്കിൽ നരകത്തിലിട്ട് ആ ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് അയാൾക്ക് പ്രവേശിക്കാമെന്നാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിർ, അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. ആർക്കാണ്? അയ്യുശ്റക ബിഹി, അവനെ പങ്കു ചേർത്ത ആളുകൾക്ക്. ശിർക്ക് ചെയ്തോ അല്ലാഹു പുറത്തു കൊടുക്കും, ശിർക്ക് ചെയ്തോ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക്, അതല്ലാത്ത ഏത് തെറ്റാണെങ്കിലും ഒരു വേള അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. അതല്ലെങ്കിൽ നരകത്തിലിട്ട് അതിന്റെ ശിക്ഷ കഴിഞ്ഞാൽ തിരിച്ചയാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്ക് ചെയ്യും. എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ട ആരാധന അത് മറ്റുള്ള ആളുകൾക്ക് നൽകലാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും 17 തവണ നമ്മോട് പറയാൻ പറഞ്ഞു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് സഹായം ചോദിക്കുന്നത് എന്നാണ്. അറബി ഭാഷയിൽ ഒരു കർമ്മം, ഒരു വാക്ക് തുടങ്ങുമ്പോൾ തുടക്കത്തിൽ വരേണ്ടത് ഫിഅലാണ്. എന്നാൽ ഈ ഒരു ആയത്തിൽ ഇയ്യാക നഅ്ബുദു എന്നുള്ളിടത്ത് നഅ്ബുദു എന്നാണ് ഫസ്റ്റ് വരേണ്ടത്. പക്ഷേ ഈ ആയത്തിൽ നഅ്ബുദു എന്നുള്ളതിന് മുന്നേ ആയിക്കൊണ്ട് ഇയ്യാക എന്നുള്ള വാക്കിനെ അല്ലാഹ് മുന്നിൽ പ്രയോഗിച്ചു. പണ്ഡിതന്മാർ പറഞ്ഞു, എന്തിനത് പ്രയോഗിച്ചു? ഇയ്യാക എന്നുള്ളത് മുമ്പിൽ വരുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം തന്നെ മാറി. ഒന്നാമത്തേത് അല്ലാഹുവേ നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു, നിന്നോട് ഞാൻ ആരാധിക്കുന്നു എന്നുള്ള അർത്ഥം അത് മാറിക്കൊണ്ട് നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന അർത്ഥം കിട്ടാനാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിനുള്ള ആരാധന വേറെ നൽകാൻ പാടില്ല. ഒരു സഹായം അള്ളാഹുവിന് മാത്രം നൽകാൻ സാധിക്കുന്നുണ്ടോ അത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ. അതല്ലാത്ത എല്ലാ സഹായത്തേട്ടവും ആരാധനകളും അതെല്ലാം ശിർക്കായിക്കൊണ്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിലെ 18ാമത്തെ ആയത്ത് ഇറക്കപ്പെട്ടു. ആ ആയത്തിൽ 18ഓളം പ്രവാചകന്മാരുടെ പേരുകൾ പറയുന്നു. 18 പ്രവാചകൻ ഒറ്റ ആയത്തിൽ തന്നെ തുടർച്ചയായിക്കൊണ്ട് 18 പ്രവാചകന്മാരുടെ പേരുകൾ. ഈ പേരുകളെല്ലാം പറഞ്ഞ് അവസാനം അല്ലാഹു പറയുന്നത് എന്താണ്? വലൗ അശ്റകൂ ലഹബിത അലൈഹിം ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, ഇവരാണെങ്കിൽ പോലും അവർ ശിർക്ക് ചെയ്താൽ അവരുടെ പാപങ്ങൾ, അവരുടെ എല്ലാ കർമ്മങ്ങളും അവർക്ക് പൊളിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഇതൊക്കെ പറയുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, എന്താണ് എൻ്റെ ജീവിതവുമായി ശിർക്കിനൊരു ബന്ധം? ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നൽകുന്നുണ്ട്, പല കർമ്മങ്ങളും അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. എന്താണ് എൻ്റെ ജീവിതത്തിൽ ശിർക്കുമായിട്ടുള്ളൊരു ബന്ധം? സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഇന്ന് പലപ്പോഴും പല മുസ്ലിം നാമധാരികൾ ആ ശിർക്കിന് കുടപിടിക്കുന്ന ആളുകളാണ്. ഇന്ന് നടക്കുന്ന മാല മൗലിദുകൾ,
റാത്തീബുകൾ, ഖുത്താറാത്തീബുകൾ, ഖുതുബിയ്യത്തുകൾ, ഇതിലെല്ലാം ശിർക്കിന്റെ വരികളുണ്ട്. ആ ശിർക്ക് എന്ന് പറയുന്നത് ഇന്ന് മൗലവിമാരെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് മദ്ഹാണ്, അത് ഔലിയാക്കളെ കുറിച്ചുള്ള മദ്ഹാണ്. ശരിയാണ്, അതിൽ മദ്ഹുണ്ട്. പലവിധം മദ്ഹുകൾ അതിലുണ്ടെങ്കിലും അതിന്റെ കൂടെയുള്ളത് പലവിധം വരികളെല്ലാം ശിർക്കിന്റെ വരികളാണ്. ആ ശിർക്കിന്റെ വരികൾ ഉള്ളിൽ കടത്തിക്കൊണ്ടാണ് ഈ മദ്ഹുകളെല്ലാം ആളുകളെ കൊണ്ട് ചെല്ലിക്കുന്നത് എന്നാണ്. ഈ കഴിഞ്ഞ ദിവസമല്ലേ ഖുതുബിയ്യത്ത് പല നാടുകളിൽ നടന്നത്? വഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ, അബ്ദുൽ ഖാദർ ജീലാനിയുടെ പേരിൽ അനുസ്മരണം എന്ന് പറഞ്ഞുകൊണ്ട് പല നാടുകളിലും ഖുതുബിയ്യത്ത് നടത്തി. ആ ഖുതുബിയ്യത്തിൽ എന്താ ചെല്ലുന്നത്? വമയ്യുനാദി ഇസ്മൻ അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമം ബിഗൗഫതിഹി. ഒരാൾ വിളിക്കാൻ മുഹീദ്ദീൻ ശൈഖ് ജീലാനിയെ 1000 തവണ ഇരുട്ടിലായിക്കൊണ്ട് വിളിച്ചു. നല്ല ഹൃദയസ്ഥൈര്യത്തോടു കൂടി ഒരാൾ വിളിച്ചാൽ ഖുതുബിയ്യത്തിൽ പറയാൻ എന്താ? ഖുതുബിയ്യത്തിൽ പറയുന്നത് അജബതുഹു മുസ്രിഅൻ, പെട്ടെന്ന് ഉത്തരം നൽകും. മുഹീദ്ദീൻ ശൈഖ് എന്ത് ചെയ്യും? ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഇവരെന്താണോ ചോദിച്ചത് അതിന് പെട്ടെന്ന് ഉത്തരം നൽകും. ഇതാണ് ഖുതുബിയ്യത്തിൽ പറയുന്നത്. എന്നാ സഹോദരങ്ങളെ, അല്ലാഹു ഖുർആനിൽ എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ അറിയിച്ചു കൊടുത്തു എങ്ങനെയാണ് ഒരാളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുക. ഹദീസിൽ കാണാം, അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു പറയാൻ, വാ മിൻ അബ്ദിൻ യദ്ഉ ഇലല്ലാഹ്, ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ, ഒരു പാപത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയല്ല, വലാ ഖതിഅത്ത് റഹീം, ഒരു കുടുംബബന്ധം മുറിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുമല്ല, എങ്കിൽ അയാൾക്കുള്ള പ്രാർത്ഥന ഇല്ലാ അഅതാഹു അല്ലാഹു ബിഹാ ഇഹ്ദാ സലാം, 3 രൂപത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിലാണ് അയാളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുക എന്നാണ്. ദുനിയാവിൽ തന്നെ അയാളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. അതല്ലെങ്കിൽ അത് നാളെ പരലോകത്തേക്ക് അത് മാറ്റിവെക്കും. അതല്ലെങ്കിൽ അയാൾക്ക് വരുന്ന വല്ല എന്തെങ്കിലും ഒരു വിപത്തുകൾ ഉണ്ടെങ്കിൽ അത് അല്ലാഹു നീക്കി കൊടുക്കും. ഈ 3 രീതിയിലാണ് അല്ലാഹു മാറ്റി കൊടുക്കും. അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കുന്നത് ഈ 3 രീതിയിലാണെങ്കിൽ ആ മുഹീദ്ദീൻ ശൈഖ് എങ്ങനെ, അബ്ദുൽ ഖാദർ ജീലാനി എങ്ങനെ മാറ്റി കൊടുക്കുന്നതാണ് ഖുതുബിയ്യത്തിൽ പറയുന്നത്? ഏതാണ് സഹോദരങ്ങളെ ശരി? ഖുതുബിയ്യത്താണോ ശരി, അതോ ഖുർആനാണോ ശരി? സത്യത്തിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പല ആളുകളും ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ഖുതുബിയ്യത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇതാരോ ഒരു സഹാബിയായിട്ട് ഉണ്ടാക്കിയതാണ്, ഇതൊക്കെ സഹാബികൾ ചൊല്ലിയതാണ്, സഹാബികൾ എഴുതി ഉണ്ടാക്കിയതാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ഇതാരാണ് എഴുതിയത്? തമിഴ്നാട്ടിലുള്ള കായൽ പട്ടണത്തുള്ള സദഖത്തുള്ള കാഹിരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയതാ. ഈ അടുത്ത കാലത്തായിക്കൊണ്ട് 400 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതി ഉണ്ടാക്കിയതാണ് ഈ കാവ്യങ്ങളൊക്കെ. പല ആളുകളും അതൊക്കെ ഇതെങ്ങനെയാണ് അദ്ദേഹം എഴുതിയുണ്ടാക്കാൻ ഒരു സാഹചര്യമുണ്ട്. എന്താണ് അദ്ദേഹം ഇത് എഴുതിയുണ്ടാക്കാനുള്ള സാഹചര്യം? അദ്ദേഹം ഒരിക്കല് മുഹീദ്ദീൻ ശൈഖ് ജീലാനിയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്കൽ പോയി. നല്ല തിരക്കാണ്, കാണാൻ പറ്റിയില്ല. അങ്ങനെ തിരിച്ച് അദ്ദേഹം വീട്ടിൽ വന്നപ്പോ അന്ന് ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്വപ്നത്തിൽ തോന്നിച്ചെന്നാണ്. സ്വപ്നത്തിൽ നബി വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, എന്റെ കുടുംബക്കാരന്റെ അടുത്ത് പോയിട്ട് നീ എനിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ടൊക്കെ നീ കവിതകൾ എഴുതിയിട്ടുണ്ട്, എല്ലാം എഴുതിയിട്ടുണ്ട്. മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയാണ് സ്വപ്നത്തിൽ വരുന്നത്. ജീലാനി വന്നിട്ട് പറയാണ്, എന്നിട്ട് എന്റെ പേരിൽ ഈ കവിതകളൊന്നും എഴുതാത്തത് എന്ന് അദ്ദേഹത്തിനോട് പറയുന്നു. അദ്ദേഹം വന്ന് തന്നെ ഇരുന്ന് എഴുതുന്നു. അദ്ദേഹം പറഞ്ഞു കൊടുത്ത ചില വാക്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഈ കാവ്യം വന്നിട്ടുള്ളത് എന്നാണ്. സഹോദരങ്ങളെ, ഇതിനൊക്കെ എന്ത് അടിസ്ഥാനമാണ്? സ്വപ്നം തെളിവാകണമെങ്കിൽ ഒരേ ഒരു കാര്യം, അത് പ്രവാചകന്മാർ പറഞ്ഞതായിരിക്കണം. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾക്ക് ഇസ്ലാമിൽ തെളിവുള്ളൂ എന്നാണ്. ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ഖുർആനും ഹദീസും തെളിവ് പിടിക്കാറുണ്ട്. ഈ ഹദീസുകൾ തന്നെ സ്വഹീഹാകണമെങ്കിൽ ഇമാം ബുഖാരി റഹിമഹുള്ളാഹ് അതിനുള്ള ഓരോ ഷർത്തുകൾ പറഞ്ഞതായിട്ട് കാണാം. ആ ഷർത്തുകൾ ഇമാം ബുഖാരി സനദ് പരിശോധിക്കും. ആ സനദ് ഇന്ന ആള് കേട്ടു അങ്ങനെ റസൂലിലേക്ക് എത്തണം. ആ പറയുന്ന ആളുകൾ സത്യസന്ധരാകണം എന്നാണ്. ഈ പറയുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കൂല, ആ ഹദീസ് സ്വഹീഹായി സ്വീകരിക്കൂല. ഇനി അയാൾ നല്ല ആളാകണം എന്നല്ല, നല്ലൊരു മനുഷ്യനാണ് എങ്കിൽ പോലും അയാൾക്കൊരു ഓർമ്മക്കുറവുണ്ട് എങ്കിൽ പോലും അത് സ്വഹീഹിന്റെ കണത്തിൽ കൂട്ടൂല. അത്രയും സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഈ ഹദീസുകൾ അത് സ്വഹീഹാണോ ദഈഫാണോ എന്ന് വേർതിരിച്ചതെങ്കിൽ ഈ സ്വപ്നങ്ങൾക്ക് എവിടെയാണ് സഹോദരങ്ങളെ തെളിവുള്ളത്? ഈ സ്വപ്നങ്ങൾക്ക് അതൊക്കെ എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? ഇത്തരത്തിലുള്ള ശിർക്കിന്റെ ഓരോ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് പല മൗലൂദികളും റാത്തീബുകളും അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ്.
സഹോദരങ്ങളെ, മങ്കൂസ് മൗലൂദിൽ എന്താ പറയുന്നത്? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്ദിൻ വഅദാ ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാം, നബിയോട് പ്രാർത്ഥിക്കാൻ. എന്റെ കുറെ തെറ്റുകൾ വന്നിട്ട് പോയി, കുറെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. കണ്ണെത്താ ദൂരത്തോളം അത്രയും തെറ്റുകൾ എന്റെ അടുക്കൽ വന്നു പോയിട്ടുണ്ട്. റസൂലേ, നീ അതൊന്ന് റസൂലിന്റെ അടുക്കൽ വന്ന് ആവലാതി ബോധിക്കാൻ. ഞാൻ എന്റെ ആവലാദികളെല്ലാം റസൂലേ താങ്കളുടെ അടുക്കൽ ബോധിപ്പിക്കുന്നു എന്ന്. എന്നാൽ ഖുർആനിൽ എന്താണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും. ആളുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു ഫാഹിശത്ത് വന്നാൽ, ഏതെങ്കിലും ഒരു അക്രമം ചെയ്താൽ, വിശ്വാസികളുടെ സ്വഭാവം അല്ലാഹു പറയാണ്, ദക്കറുല്ലാഹ്, അവർ അല്ലാഹുവിനെ സ്മരിക്കും, വസ്തഗ്ഫിറൂ, അല്ലാഹുവിനോട് പാപമോചനം തേടും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ആ പാപം പൊറുക്കാൻ ഞാനല്ലാതെ പിന്നെ ആരുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യം, ഞാനല്ലാതെ പാപം പൊറുക്കാൻ ആരുണ്ട്? ഇവിടെ മുഹീദ്ദീൻ ഷെയ്ഖ്, ഇവിടെ മങ്കൂസ് മൗലൂദിൽ എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപം പൊറുക്കും. സഹോദരങ്ങളെ, മങ്കൂസ് മൗലൂദ് വേണോ അത് ഖുർആൻ വേണോ? ഈ അടുത്തൊരു സഹോദരി അദ്ദേഹത്തെ അവരെ വീട്ടിൽ കെട്ടിച്ചു വിട്ടപ്പോ അവിടെ മഗ്രിബ് നമസ്കാര ശേഷം ഖുർആൻ ഓതാനിരുന്നപ്പോ അവിടെയുള്ള സ്ത്രീ പറയാണ്, അവരുടെ ഉമ്മ പറയാണ്, ആ ഖുർആൻ മാറ്റി വെച്ചിട്ട് മൗലൂദ് ഓതിക്കോ, ഖുർആൻ മാറ്റി വെച്ചിട്ട് ഇല്ല മാല മൗലൂദ് ഓതിക്കോളി. എന്താ സഹോദരന്റെ അവസ്ഥ? അത്രയും പരിതാപകരമായി അധപ്പതിച്ചു പോയിട്ടുണ്ട് സമൂഹം. ആ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ സഹോദരങ്ങളെ, ആ നരകത്തിൽ നിന്ന് പിന്നെ രക്ഷയില്ല, ശാശ്വതമാണ്. ഖാലിദത്തുൻ ഫിന്നാർ, അവിടെ ശാശ്വതമായിരിക്കും ആ നരകത്തിൽ. സുബ്ഹാന മൗലൂദ് അശറക ബൈത്ത് ചൊല്ലുമ്പോൾ അതിന്റെ അടുത്തുള്ള ചില വാചകങ്ങൾ കാണാം. അൻത ഗഫാറുൽ ഖതായ, നബിയോട് പറയാണ്, അൻത ഗഫാറുൽ ഖതായ, നബിയെ താങ്കളല്ലേ തെറ്റുകൾ പുറത്തു തരുന്നത്, വദ്ദുനൂബിൽ മുബിഖാത്ത്, വലിയ വലിയ പാപങ്ങളൊക്കെ പുറത്തു തരുന്ന നബിയെ. നബിയോടാണ് ചോദിക്കുന്നത്. അല്ലാഹ് എന്ന് പറഞ്ഞു, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും പുറത്തു തരുന്നത് ഞാനാണ്. ഖുർആനിൽ അല്ലാഹ് ഒരു കാര്യം പറയും, അതിൽ വിപരീതമായിട്ട് മൗലൂദിൽ പറയും. ഏത് വേണം സഹോദരങ്ങളെ? നമുക്ക് ഖുർആൻ വേണോ മൗലൂദുകൾ വേണോ? റാത്തീബ് വേണോ ഖുതുബിയ്യത്ത് വേണോ? നമ്മൾ തീരുമാനിക്കണം. ഇതൊന്നും നമ്മൾ മറ്റുള്ള ആളുകൾക്ക് തലച്ചോറ് പറയാൻ വെക്കാനുള്ളതല്ല. നമ്മൾ സ്വയം ചിന്തിക്കണം. അല്ലാഹുവിന് മാത്രം അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ അത് അല്ലാഹുവിന് മാത്രം നൽകൂ എന്നുള്ളൊരു വിശ്വാസം, ഒരു സത്യസന്ധത നമുക്കുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് അല്ലാഹ് നമ്മളെ തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യം മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. മാത്രല്ല സലാം ബൈത്തിൽ പറയുന്നതാണ്, സലാം ബൈത്തിൽ ഓരോന്നിനും തുടങ്ങുക അസ്സലാമു, അങ്ങനെ തുടങ്ങുക. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ആ വരികൾ എല്ലാത്തിനും നല്ല രീതിയിൽ പറഞ്ഞു വരുന്നതിന്റെ ഇടയിൽ കാണാം അസ്സലാമു അലൈക യാ മാഹിയദ്ദുനൂബി. നബിയെ കുറിച്ചാണ് പറയുന്നത്. എന്താ നബിയെ കുറിച്ച് പറയുന്നത്? നബിയെ, അങ്ങേക്ക് സലാമുണ്ട്. അങ്ങേ ആരാണ്? മഹിയദ്ദുനൂബ്, പാപങ്ങളൊക്കെ മായ്ച്ചു കളയുന്ന ആള് നബിയല്ലേ. സലാമു അലൈക യാ ജാലിയൽ ഖുറൂബി, എന്റെ വല്ല എനിക്ക് എന്തെങ്കിലും ക്ലേശങ്ങൾ വന്നാൽ അതൊക്കെ നീക്കിക്കളയുന്നത് നബിയെ താങ്കളല്ലേ. നബിയോടാ പറയുന്നത്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു, ഖുലില്ലാഹു യുൻജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ, നിങ്ങൾക്ക് എന്ത് കർമ്മങ്ങൾ ഉണ്ടായാലും ദുഃഖങ്ങൾ ഉണ്ടായാലും അത് മാറ്റി തരുന്നവൻ അല്ലാഹു ആണെന്ന് നബിയെ പറയണം. അല്ലാഹു യുൻജീകും, നിങ്ങൾക്കത് മാറ്റി തരുന്നവൻ അല്ലാഹു ആണ്. ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് വിപരീതം പറയുന്നത് ആ ഖുതുബിയ്യത്തിലുണ്ട്, മാല മൗലൂദിലുണ്ടെന്ന് മനസ്സിലായിട്ടും സഹോദരങ്ങളെ, എങ്ങനെയാണ് അവരുടെ ഒന്ന് കൂടെ സഹകരിക്കാൻ നമുക്ക് സാധിക്കുക? ചൊല്ലണ്ട, പല ആളുകളും ചൊല്ലുന്നില്ല എന്നാ പറയുന്നത്. സഹോദരങ്ങളെ, ചൊല്ലണ്ട, അവരുടെ കൂടെ എന്തിന് സഹകരിക്കണം? സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും എങ്ങനെ സഹകരിക്കാൻ സാധിക്കും? ശിർക്കിനാണ് സഹകരിക്കുന്നത്. ഇത് സഹകരണം വെറും സഹകരണമല്ല, ശിർക്കിനാണ് സഹകരിക്കുന്നത്. മറ്റുള്ള പല കാര്യങ്ങൾക്ക് അത് ഹറാമിനാന്ന് പറയാം സഹോദരങ്ങളെ. ഇത് അതിലും മേലെയാണ്. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ആ ശിർക്കിന് വേണ്ടി സഹകരിക്കൽ, പണം കൊടുക്കൽ, അതിന് അതിന് കൂടെ പോയി കൊടുക്കൽ, അതിനൊക്കെ സമ്മതം കൂടി കൊടുക്കൽ, എതിർക്കണം, അതിന് എതിർക്കണം. മൗനം പാലിച്ചാൽ ശിർക്കിനെതിരെയാണ് നമ്മൾ മൗനം പാലിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. സമൂഹത്തിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടില്ല എങ്കിൽ സമൂഹത്തിൽ വേറെ ആരത് പറയാം? വേറെ ആരാണ് ഇത് പറയാനുള്ളത് സഹോദരങ്ങളെ? അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ശിർക്കുകളെല്ലാം പറഞ്ഞു കൊടുക്കണം എന്നാണ്. മാലകളിലും വ്യത്യസ്ത നല്ല കാര്യങ്ങൾ. മുഹീദ്ദീൻ മാലയിൽ എന്താ പറയുന്നത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നിങ്ങളെ കൽബകം എന്നോവർ. ഒരു കുപ്പിന്റെ ഉള്ളിലുള്ള വസ്തു എന്ത് ചെയ്യും? അത് നേരെ ഇങ്ങനെ കാണും. അതേപോലെ എന്ത് ചെയ്യും? കൽബിലുള്ള വസ്തുക്കൾ എന്ത് ചെയ്യും? അത് കാണും. ഇത് സഹോദരങ്ങളെ എഴുതി വെച്ചത് മാത്രമല്ല, ഇന്ന് ഈ സമസ്തയുടെ ആളുകൾ നബി അബൂബക്കർ മുസ്ലിയാരെ പോലുള്ള ആളുകൾ പറഞ്ഞതെന്താ? അദ്ദേഹത്തിന്റെ അടുക്കൽ CM മടവൂരി വന്ന് പറഞ്ഞതാണ്. CM മടവൂരി വന്നിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാണ്,
അദ്ദേഹത്തിന് 4000-ഓളം രൂപ കടമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ അദ്ദേഹം വീട്ടിൽ പോയിട്ട് നോക്കുകയാണ്. വീട്ടിൽ പോയിട്ട് എല്ലാം കുത്തിയിരുന്ന് ഇങ്ങനെ നോക്കി. അദ്ദേഹത്തിന് നോക്കിയപ്പോ അതാ CM മടവൂര് പറയുന്ന അതേ സംഖ്യ അതാണ് ഇങ്ങോട്ട് പറയാ. അതിനുശേഷം അദ്ദേഹം ചെല്ലാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ എന്ന് പാടിയിട്ട് പറയാ. CM മടവൂര് അറിയും, ഇതൊക്കെ അറിയും. ഇതൊക്കെ വിശ്വാസം മാലയിൽ എഴുതി വെക്കുന്നത് മാത്രമല്ല, അവരുടെ മനസ്സിലുണ്ട്, വീടങ്ങളിൽ ചൊല്ലിക്കുന്നുണ്ട്. ഇത്രത്തോളം ശിർക്ക് കലർന്ന ആശയങ്ങൾ നമ്മുടെ സഹോദരങ്ങളെ പാവപ്പെട്ട ആളുകളെ കൊണ്ട് ചൊല്ലിക്കുന്നു എങ്കിൽ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഅലമു ഖായിനത്തുൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. നമ്മുടെ കണ്ണിന്റെ ആ കട്ടുനോട്ടം പോലും, ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് പോലും അല്ലാഹുക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ എന്ന് ഖുർആനിൽ പറയുമ്പോൾ എങ്ങനെ സഹോദരങ്ങളെ ഈ ആളുകൾക്ക്, മരിച്ചുപോയ ആളുകൾക്ക് ഇതിനൊക്കെ സാധിക്കുമെന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ആ സഹോദരങ്ങൾ, നമ്മുടെ ഏറ്റവും അടുത്ത പാവപ്പെട്ട സഹോദരങ്ങൾ, അവർ വഞ്ചിതരായി നരകത്തിൽ ശാശ്വതമായി കിടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. സഹോദരങ്ങളെ, ഇതൊന്നും പറഞ്ഞിട്ടും മനസ്സിലാവില്ല. ഇതൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മുടെ പുത്തൻവാദികളാ, ഇതൊക്കെ പറഞ്ഞ ആളുകൾ പുത്തൻവാദികളാണെന്നാണ്. സഹോദരങ്ങളെ, ചോദിക്കട്ടെ ഒരു കാര്യം, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇത് ചൊല്ലുന്ന ആളുകളാണെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുക. നിങ്ങൾ ഇത് ചൊല്ലുന്നുണ്ടല്ലോ, ഇത് റസൂല് പറഞ്ഞിട്ടില്ല, റസൂല് ചെയ്തിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് ചൊല്ലാൻ പാടില്ല, അള്ളാനെ മാത്രം വിളിക്കണമെന്ന് പറയും. അപ്പൊ നിങ്ങൾ പറയും, അല്ല അള്ളാനെയും വിളിക്കണം, കൂടെ ഔലിയാക്കളും വിളിക്കണം, അതാ കുറച്ചും കൂടി കൂലി അതിനാണ് എന്നല്ലേ. എങ്കിൽ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് വരുന്ന ഒരു അവസ്ഥ ആലോചിച്ചു. അള്ളാന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കാണ്, സമസ്തക്കാരെ വിചാരണ ചെയ്യുന്നു, സലഫികളെ വിചാരണ ചെയ്യുന്നു. സലഫികളോട് അല്ല പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല പറഞ്ഞാല് നമുക്ക് എന്തേ പ്രശ്നം, കുറച്ച് കൂലി കുറയുന്ന വിഷയേ നമുക്കുള്ളൂ എന്ന് അല്ല പറയാണ്. ആ ശിർക്കാണ് എന്ന് പറഞ്ഞാൽ അത് നരകത്തിൽ കിടക്കുന്ന വിഷയല്ലേ സഹോദരങ്ങളെ. ആ കാലഘട്ടം മുഴുവൻ ചെയ്ത ശിർക്കിന്റെ കാരണത്താൽ നരകത്തിൽ കിടക്കേണ്ട അവസ്ഥയായിരിക്കൂലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്നായി ആലോചിക്കുക. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കണോ, ആ സമയം ഈ ശിർക്കൊക്കെ നാളെ നമുക്കെതിരായിക്കൊണ്ട് വരുമെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ചൊല്ലുന്നതും പാടിയും പറഞ്ഞു നൽകുന്ന ഈ വരികളൊക്കെ അതിലൊക്കെ ശിർക്കുണ്ടോ എന്ന് നന്നായി വിലയിരുത്തിക്കൊണ്ട് സഹോദരങ്ങളെ തൗഹീദ് പഠിക്കുക. തൗഹീദും ശിർക്കും കൃത്യമായി മനസ്സിലായിട്ടില്ല എങ്കിൽ സഹോദരൻ നാളെ പരലോകം അത് നമുക്ക് നഷ്ടപ്പെടുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കൃത്യമായി മനസ്സിലാക്കി അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അക്രമങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അല്ലാഹുവിനോടുള്ള അക്രമം. അല്ലാഹുവിനോടുള്ള അക്രമമാണ് ശിർക്ക് ചെയ്യൽ. അതിനെക്കുറിച്ചാണ് വിശദീകരിച്ചത്. രണ്ടാമതായി കൊണ്ടുള്ള അക്രമമാണ് സൃഷ്ടികൾക്കിടയിൽ അത് അക്രമം ചെയ്യും. സൃഷ്ടികൾക്കിടയിൽ അത് ധാരാളമുണ്ട്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമമാണ് സാമ്പത്തികമായി നമ്മൾക്കിടയിലുള്ള ചില തട്ടിപ്പുകൾ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ പള്ളിയിൽ അതിന്റെ ഏറ്റവും പിറകു വശത്ത് താമസിക്കുന്ന ആളുകളാണ് അഹ്ലുസ് സുഫക്കാർ. അഹ്ലുസ് സുഫ എന്ന് പറഞ്ഞാൽ പരമ്പരയാൻ പട്ടിണിയായിക്കൊണ്ട് വിശപ്പിനാൽ ആകെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ അഹ്ലുസ് സുഫക്കാർ. ഇവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം ആരെങ്കിലും ദാനമായി കൊടുത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും അത് വീതിക്കും. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന അഹ്ലുസ് സുഫക്കാർ ജീവിച്ചിരുന്നത് എന്നാണ്. എന്നാൽ ആ കൂട്ടത്തിലുള്ള ഒരാൾ മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കഫൻ ചെയ്യുന്ന സന്ദർഭത്തിലാണ് വസ്ത്രമെല്ലാം അഴിച്ച കൂട്ടത്തിൽ 2 ദിർഹം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയത്. അഹ്ലുസ് സുഫക്കാർ പട്ടിണിയാണ്, ഒരു വസ്തുവും അവർക്ക് തിന്നാനില്ല. ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ കീശയിൽ 2 ദിർഹം ബാക്കിയിരിക്കുന്നുണ്ട്. ഇത് റസൂലിനെ അറിയിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 2 ചൂടുവെക്കൽ അദ്ദേഹത്തിനുണ്ട്. സ്വല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നമസ്കരിച്ചോളൂ, എന്നെ നമസ്കരിക്കാൻ വിളിക്കണ്ട. സ്വല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നമസ്കരിച്ചോളൂ, എന്നെ നമസ്കരിക്കാൻ വിളിക്കണ്ട. എന്റെ സഹോദരങ്ങളെ പറയാൻ കാരണം, എന്തുകൊണ്ട് റസൂലുള്ളാഹിയുടെ ഏറ്റവും അടുത്ത് ആ ഒരു സുഹബത്ത് കിട്ടാൻ വേണ്ടി മദീനയിലുണ്ടായിരുന്ന ഈ സുഫക്കാർ പ്രയാസപ്പെട്ട് ജീവിച്ചതാ. എന്നിട്ട് ഈ മനുഷ്യന് വേണ്ടി റസൂലുള്ളാഹി പറയുകയാണ്, ഞാൻ നമസ്കരിക്കൂല കേട്ടോ. എന്റെ സഹോദരങ്ങളെ, അത്രയും പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് മറ്റുള്ള ആളുകൾ കൊടുക്കുന്ന ഈ ഭക്ഷണം, അതൊക്കെ ഇയാൾക്ക് അയാളുടെ കയ്യിൽ പണമുണ്ടായിട്ടും അതെടുത്തു വെച്ച് മറ്റുള്ളവരുടെ അവകാശങ്ങൾ എടുത്തു. ഇതാണ് കുറ്റം. സ്വന്തം കഴിവുണ്ടായിരിക്കെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ എടുത്തു. അതാണ് അതാണ് അക്രമം. എന്നാല്
സ്വന്തം എല്ലാത്തിനും കഴിവുണ്ട്. എന്നിട്ട് മറ്റുള്ള ആളുകളുടെ സാധനങ്ങൾ എടുത്തു, അവരുടെ അവകാശങ്ങൾ എടുത്താൽ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിലാ കണ്ടത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഹാദിം ഉണ്ടായിരുന്നു, മിദ്അം. അദ്ദേഹത്തെ അറിയപ്പെടുക കിർക്കിറ എന്നറിയപ്പെടും. അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്ന പേര് കിർക്കിറ എന്നാണ്, ശരിക്കുള്ള പേര് മിദ്അം എന്നാണ്. അദ്ദേഹം റസൂലിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. റസൂലിനെ കൂടെ യുദ്ധത്തിന് പോകും, യുദ്ധത്തിന് വേണ്ടി റസൂലിലേക്ക് വാഹനം ഒരുക്കി കൊടുക്കും, എല്ലാം ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞ് റസൂലയും സഹാബത്തും എല്ലാം തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ റസൂലിലേക്ക് വാഹനം ഒരുക്കാൻ ഈ സമയത്ത് അലക്ഷ്യമായി കൊണ്ടുവന്ന ഒരു അമ്പ് അത് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ തറക്കുകയും അദ്ദേഹം മരണപ്പെടുകയുമാണ് ചെയ്തത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കൂടിയിരുന്ന സഹാബാക്കൾ പറഞ്ഞു, ഹനീ അല്ലഹുൽ ജന്ന, അദ്ദേഹത്തിന് എത്ര നല്ല ഭാഗ്യവാൻ, സ്വർഗമാണല്ലോ ലഭിച്ചത്. പ്രവാചകനൊന്നും മിണ്ടിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അല്പസമയം കഴിഞ്ഞ് റസൂലുള്ളാഹി പറഞ്ഞു, ലതഹ്തരിഖു അലൈഹിൽ ആല ഫിന്നാർ, അദ്ദേഹം ഇപ്പോൾ നരകത്തിൽ തീ കൊണ്ടുള്ള പുതപ്പിനാൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന് അവകാശമില്ലാത്ത രണ്ട് പുതപ്പുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അത് കാരണത്താൽ അദ്ദേഹം ഇന്ന് ആ ഒരു ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവകാശമില്ലാത്ത ഒരു സമ്പത്ത് നമ്മുടെ അടുക്കൽ വന്നാൽ അത് സഹോദരങ്ങളെ ദുൽമാണ്. മറ്റുള്ള ആളുകളുടെ അവകാശങ്ങൾ എടുക്കാൻ പാടില്ല എന്നാണ്. ഇതിങ്ങനെ റസൂല പറഞ്ഞപ്പോ മറ്റൊരാൾ വന്ന് റസൂലിനോട് ചോദിക്കാണ്, റസൂലേ അതിൽ രണ്ട് ചെരുപ്പിന്റെ വാറാണെങ്കിലോ, ചെരുപ്പിന്റെ വാർ നിസാരമായി കാണുന്ന ചെരുപ്പിന്റെ വാറാണെങ്കിലോ, അതാണെങ്കിലും അയാൾ നരകത്തിലാണ്. അദ്ദേഹം എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് എടുത്തിട്ടുള്ളത് ആ രണ്ട് ചെരുപ്പിന്റെ വാറാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. റസൂല പറഞ്ഞു അദ്ദേഹവും ആ നരകത്തിലാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, അവകാശപ്പെടാത്ത ഒരു സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ പറഞ്ഞു അവൻ നരകത്തിലാണ്. ഇന്ന് സഹോദരങ്ങളെ, ഇതിനോട് യോജിപ്പിച്ച് പറയാവുന്ന ധാരാളം സംഭവങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. ഒരു കുടുംബ പ്രശ്നം വന്നു, ഒരു ഭാര്യയും ഭർത്താവും തെറ്റിയാൽ എന്താണ് ചെയ്യുക? ത്വലാഖ് ചെയ്ത് വീട്ടിൽ പോകണം സഹോദരങ്ങളെ. അവർക്ക് പിരിയാനുണ്ട്, ത്വലാഖ് ചെയ്യണം. എന്താണ് ഇന്ന് ത്വലാഖിന് പകരം ആളുകൾ ചെയ്യുക? ഇന്ന് ത്വലാഖ് പറഞ്ഞാല് മഹല്ലിന്റെ സെക്രട്ടറിനെ വിളിച്ച് അവിടെ ത്വലാഖ് അതൊന്നും വേണ്ട, ഇന്ന് കോടതി കയറണം, കോടതി കയറിയാലേ പൈസ കിട്ടുകയുള്ളൂ. തനിക്കിഷ്ടമുള്ള സമ്പത്ത് പറഞ്ഞ് ഈ മനുഷ്യനെ പീഡിപ്പിക്കാൻ പറ്റുകയുള്ളൂ. സഹോദരനെ, ഹലാലല്ല സമ്പത്ത്, അത് ഹലാലല്ല, അത് ദുൽമാണ്. ആ മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദുൽമിൽപ്പെട്ടതാണ്. തനിക്ക് അവകാശമില്ലാത്ത സമ്പത്ത് ഏറെ പറഞ്ഞുകൊണ്ട് അയാൾ മേടിക്കാം. ഒരു വേള ഭാര്യയ്ക്ക് അത് സമ്മതം ഉണ്ടാവില്ല. ഇത് ഭാര്യന്റെ ഉപ്പയും ആംഗളമാരൊക്കെ കൂടിയിട്ടാണ് സമയം, നീ അവിടെ നിൽക്ക്, ഞങ്ങൾ പറഞ്ഞോണ്ട് ഈ കേസൊക്കെ ഞങ്ങൾ ഒതുക്കിക്കൊണ്ട്, പൈസ ആവശ്യത്തിനല്ല അനാവശ്യമായിക്കൊണ്ട് അവരിൽ നിന്ന് പണം ഈടാക്കുന്ന ആ മരുമകനെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ. അത് മാത്രമല്ല സഹോദരങ്ങളെ, ഒരു വാഹനം ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഒന്നും അറിയാതെ അയാൾ ഇടിച്ചിട്ടുണ്ട്, മുന്നിലുള്ള ആൾ അറിഞ്ഞിട്ടില്ല. സമാധാനായി അയാൾ വീട്ടിലെത്തിയിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ സഹോദരങ്ങളെ എന്തുണ്ട് അയാൾ പറയുന്ന വാക്കുകളൊന്നും ആലോചിച്ച് നോക്കി. നിങ്ങൾ അയാൾ അറിയിക്കണം, അയാൾക്ക് എന്ത് ചെലവുണ്ടോ അത് പറയണം എന്നാണ്. ഇനി മാത്രമല്ല, നിങ്ങൾ ഇടിച്ചു അത് അയാൾ അറിഞ്ഞു, നിങ്ങൾ അയാൾക്ക് കുറച്ച് അവിടെ ഒരു അപകടം ഉണ്ടായ പൊതുവെ അവിടെ വിജയിക്കുന്ന ആള് നല്ല ശബ്ദം ഉണ്ടാക്കാൻ അറിയുന്ന ആളുകൾ ഒരു വിജയിക്കുന്നതാണ്. നല്ലോണം ശബ്ദം ഉണ്ടാക്കി അന്ന് ഓന്റെ ഭാഗത്തിന്റെ ന്യായം. സഹോദരങ്ങളെ, അങ്ങനെ അന്യായമായിക്കൊണ്ട് അയാളിൽ നിന്ന് മേടിക്കുന്ന പണമുണ്ടല്ലോ. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ ഉപ്പ മരണപ്പെട്ടാൽ മക്കൾക്കെല്ലാം കൃത്യമായി എത്ര കിട്ടുമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. 1/8, അതുപോലെ തന്നെ 8-1, 6-1, 3-1, 2-3 കൃത്യമായി ഇസ്ലാം വിഭജിച്ചിട്ടുണ്ട്. ഇതല്ലാതെ തനിക്ക് തോന്നുന്നത് പോലെ ഞാനാണ് മൂത്ത മകൻ, എനിക്കധികം വേണം, ഞാനാണ് ഇന്ന് പ്രയാസത്തിലുള്ളത്, അതുകൊണ്ട് എനിക്ക് കുറച്ചധികം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കുന്ന ഈ അനന്തര സ്വത്തുണ്ടല്ലോ, ഇസ്ലാം പറഞ്ഞ രീതിയിലുള്ള അളവിലല്ലാതെ കൊടുത്തിട്ടുള്ള എല്ലാ അളവുകളും അത് സഹോദരങ്ങളെ അയാളുടെ തൃപ്തിയില്ലാതെയാണെങ്കിൽ, അത് വീതിച്ചു കിട്ടേണ്ട ആളുകൾക്ക് ഒരു തൃപ്തിയില്ല എങ്കിൽ അതൊക്കെ സഹോദരങ്ങളെ നാളെ പരലോകത്ത് ഉത്തരം പറയേണ്ടി വരും. അത് ഉൽമാണ്, അത് തന്റെ സഹോദരങ്ങളോട് ചെയ്യുന്ന അക്രമമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അനന്തരാവകാശത്തെ ചെറിയ വിഷയമല്ല. അതൊക്കെ ഒരാൾ മരണപ്പെട്ട ഉടനെ എത്രയുണ്ട് സമ്പത്ത്, ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാണ്ട് ഒക്കെ കൃത്യമായിട്ട് ഇങ്ങനെ മേടിക്കണം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ച് പറയാണ്, മരണപ്പെട്ടു പോകുന്നതിന് മുന്നേ സഹോദരൻ മറ്റൊരു സഹോദരിക്ക് ഒരു വലിയ സംഖ്യ കൊടുക്കാനുണ്ടായിരുന്നു. ആർക്കും അറിയില്ല, ഞങ്ങളുടെ ഇടയിലുള്ള സംസാരം കൊണ്ട് മാത്രം നടന്നൊരു കാര്യമാണ്. സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതൊക്കെ തിരിച്ചു തരാം അങ്ങനെ പറഞ്ഞോളൂ. കൊടുക്കാൻ സാധിച്ചില്ല, മരണപ്പെട്ടു. ആര് കൊടുക്കും? ഇന്ന് ആര് കൊടുക്കും അതിന് സമ്പത്ത്? ഗുൽമാണത്, ഗുൽമാണ്, അക്രമമാണ്. നാളെ പരലോകത്തത് ചോദ്യം ചെയ്യപ്പെടും.
അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി സമ്പത്തിന്റെ വിഷയത്തിൽ ഹലാലല്ലാത്ത ഒരു സമ്പത്ത് നമ്മുടെ കീശയിലേക്ക്, അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടെന്ന് നമ്മൾ കരുതിയാൽ കൃത്യമായി അതിനെ വിചാരണ ചെയ്യാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മിൽ നിന്ന് ഒഴിവാക്കാൻ കൃത്യമായി കൊണ്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് കൃത്യമായ ഒരു ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഇല്ല എങ്കിൽ, ഒരു തഖ്വയില്ലാതെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ, അത്തരത്തിൽ ധാരാളം സമ്പത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത്, തസബ്ബത് മിനത് തഖ്വ ഫഇന്നക ഫഇൻ ഇദാ ജന്ന ലൈലുൽ ഹൽ തഈശു ഇലൽ ഫജ്ർ. നിങ്ങൾ ആ തഖ്വയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്കറിയില്ല എന്നാണ് നിങ്ങളുടെ മരണം, ഈ കഴിഞ്ഞ രാത്രി നിങ്ങളെ പുലരുവോളം എത്തിക്കുമോ എന്ന് നിങ്ങൾക്കറിയില്ല എന്നാണ്. ഏത് സമയം മരണപ്പെടുകയാണെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ, എൻ്റെ സമ്പത്തിൽ ഒരു അന്യായമായി കൊണ്ട് മറ്റുള്ള ആളുകളുടെ അപഹരിച്ചെടുത്ത പണം ഇല്ല എന്ന് ഉറപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി ഈ വിഷയങ്ങളെ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശിർക്ക് ചെയ്യുന്ന ആളുകളെ ആ വിഷയങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് അതിൽ നിന്ന് തൗഹീദിന്റെ ആളുകളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിർക്കിന്റെ ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു പോകാതിരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, മറ്റുള്ള സൃഷ്ടികളോടുള്ള ദുൽമുകൾ അത് ധാരാളമായി ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ഞങ്ങൾ ആ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു നൽകുന്ന റഹ്മാനെ, അത് തിരിച്ചു നൽകാനുള്ള ഒരു മനസ്സിനെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അല്ലാഹുവേ, മറ്റുള്ള ആളുകൾക്ക് ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി എല്ലാം അക്രമങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ. അവർക്ക് കൂടുതലായി കൊണ്ട് പ്രാർത്ഥന ചെയ്യാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله رب العالمين.